അപ്പോൾ അത് ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കണ സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് ആയിട്ടാട്ടോ. നമ്മൾ കുറേ ആയി ഇപ്പോൾ സ്ലിംഗ് ഷോട്ടിന് ഇറങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്ലിംഗ് എടുത്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം റേറ്റുള്ള സ്ലിംഗ് ആണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണം, നിങ്ങൾ കണ്ടിട്ട് പോകാം. ഹലോ ഗൈസ്, നമുക്കിതേ പുതിയൊരു കൊറിയർ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് എടുത്തേക്കണത് കോട്ടയത്തുള്ള മല്ലു 100 അടുത്തുനിന്നാണ്. സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് വീഡിയോസൊക്കെ ഇടാറുള്ള ഒരു ചാനലാണ് മല്ലു 100. നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നമ്മൾ ഒരു പുതിയൊരു സ്ലിംഗ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലിംഗ് ഷോട്ടിന് വേണ്ടി പുതിയൊരു സ്ലിംഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇതോട്ടാ നമ്മൾ എടുത്തേക്കണത്. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ യൂസർ മാനുവലാണ്. സെറ്റ് ചെയ്യാനുണ്ട് കുറച്ച്. ഇതാട്ടാ നമ്മുടെ പുതിയ സ്ലിങ്. സ്പ്രിങ് ആട്ടോ, സ്പ്രിങ് ആവണാണ്. നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്യണ സ്ലിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽ തന്നെയായിരുന്നു, പക്ഷേ സ്പ്രിങ് അല്ല. ഇത് സ്പ്രിങ് മോഡലാണ്, ഇത്തിരി കൂടിയ മോഡലാണ്. ഇതിന് 2500 രൂപയായി. നമ്മുടെ പുതിയ മോഡൽ കാണാം. ഓക്കെ, നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. സെറ്റ് ചെയ്തിട്ടൊന്ന് ഫിഷിങ്ങിന് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിങ്. വേറെ ഒന്നുമില്ല, നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഹാൻഡിൽ. അപ്പോൾ ഇത് ഹാൻഡിൽ ജസ്റ്റ് നമ്മളിവിടെ കയറ്റി വെച്ചിട്ട് ആ എലൻകി വെച്ച് ഇവിടെ ടൈറ്റ് ചെയ്ത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റബ്ബർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട്, നമ്മുടെ കയ്യിൽ ഉണ്ടായ റബ്ബർ തന്നെ കേട്ടോ. ഈ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സെറ്റിങ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്ലിംഗ് ഷോട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് അത്യാവശ്യം റേറ്റുള്ള സ്ലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്പ്രിങ്ങിൻ്റെ ടെൻഷനും കൂടെ വരും. നമ്മൾ വലിക്കാൻ നേരത്ത് ജസ്റ്റ് ആ സ്പ്രിങ്ങിൻ്റെ ഒരു ടെൻഷൻ കൂടെ വരും. അപ്പോൾ നല്ല ഫോഴ്സിൽ നമുക്ക് അടിച്ച് മീനെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വന്നത് 2500 രൂപയാണ്. അപ്പം നമ്മൾ ആദ്യം തൊട്ട് യൂസ് ചെയ്യണത് പഠിച്ച സ്ലിങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മൾ പഠിച്ചതും എയിമെല്ലാം സെറ്റാക്കിയതും നമ്മുടെ ഈ ചെറിയ സ്ലിംഗ് ഷോട്ടിലാട്ടോ. അതെ, ചെറിയ സ്ലിങ്ങിലാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ 1100 തൊട്ട് എന്തോ തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1100 സെറ്റിൽ BL10 എന്ന് പറഞ്ഞ റീലാണ് നമ്മൾ യൂസ് ചെയ്യണം. BL25 ആണ്. അതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് റേറ്റ് കുറവാണ്. 1100 ഫുൾ സെറ്റ് കിട്ടും. 2 നോർമൽ ഡാർട്ട് കിട്ടും, ആ BL10 എന്ന് പറഞ്ഞ റീല് കിട്ടും, പിന്നെ നമ്മുടെ ഈ സ്ലിങ്ങും, പിന്നെ 2 റബ്ബറും ഉണ്ടാവും കിട്ടിയത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതാണ് ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണ ഈ സ്ലിങ്. ഇതാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. മീനടിച്ചിട്ട് റിട്രീവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കൈ കിടന്നോളും. പിന്നെ നമുക്കിങ്ങനെ വലിക്കാൻ നേർത്ത് നമ്മുടെ ഈ കൈൻ്റെ ഇവിടെ ഒരു സപ്പോർട്ട് വരും. വലിച്ചു വിടാൻ നേർത്ത് കൈൻ്റെ ഇവിടെ ഒരു സപ്പോർട്ട് വരും. അതാണ് ഇതിന് ഏകദേശം ഒരു 850 രൂപയായി. ഇത് മെറ്റലാണ്, ഈ സ്ലിങ് മെറ്റലാണ്. നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ നല്ല പവറിൽ എയിം ചെയ്യാനും ലോങ് അടിക്കാനൊക്കെ പറ്റും ഈ സ്ലിങ്ങിന്. അപ്പോൾ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് ഇതായിരുന്നു, 1 കൊല്ലത്തോളം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സാണ് യൂസ് ചെയ്യണത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തുകൊണ്ടാണ്. ഇത് നമ്മൾ ഏറ്റവും ആദ്യം യൂസ് ചെയ്ത ചെറിയ സ്ലിങ്, അതായത് ബേസ് മോഡലിൽ തന്നെ റേറ്റും കുറവാണ്. 1100 തൊട്ട് ഇതിൻ്റെ സെറ്റൊക്കെ കിട്ടും. ഇത് ഏകദേശം 850 സെറ്റല്ല, ഇതിന് മാത്രം കേട്ടോ. 850 രൂപയുടെ അടുത്തുണ്ട്. ഇത് മെറ്റലും ആണ്. സ്ലിങ് ഇതാണ് നമ്മുടെ സ്പ്രിങ് ഗവണ എന്ന് പറയും. ഇത് സ്പ്രിങ് വന്നേം കൊണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അതേപോലെ കയ്യിലിടാൻ പറ്റില്ല. കയ്യിൽ സപ്പോർട്ട് കിട്ടും, പക്ഷെ കൈ അതിൻ്റെ ഉള്ളിൽ കൂടെ ഹോൾഡ് ചെയ്തിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ വള്ളി കട്ട് ചെയ്ത് അവിടെ കെട്ടി വെച്ചേക്കാട്ടോ ജസ്റ്റ്. അപ്പം മീൻ അടിച്ചു കഴിഞ്ഞാലും കയ്യിൽ ഇവിടെ കിടന്നു. നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ കൈ കിടന്നോളും. പിടിക്കാൻ നേരത്തതേ ഇങ്ങനെ പിടിക്കുക, എന്താ ഇവിടെ കിടന്നോളും. ഇപ്പം മീൻ അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. ജസ്റ്റ് ഒരു ലൂപ്പ് ഉണ്ടാക്കി ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ എടുത്തതാണ് സ്ലിങ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എയിമിങ് കാര്യങ്ങൾ എങ്ങനെയാണ്, എയിമിങ് കാര്യങ്ങൾ ഓരോരുത്തരുടെ ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യണത് ഇങ്ങനെയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ആംഗിളിലാണ്. അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓരോരുത്തർക്കും ഓരോ എയിമിങ് പോയിന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ സെറ്റായി എയിമിങ് കാര്യങ്ങളൊക്കെ. സ്ലിംഗ് ഷോട്ടിന് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഹാൻഡ് ഗാർഡ്. കാരണം നമ്മുടെ ഡാർട്ട് എങ്ങാലും അടിച്ചിട്ട് വല്ല ആംഗിളും തെറ്റി നമ്മുടെ
കൈ കയറാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയാണ് ഹാൻഡ് ഗാർഡ്. ഇവിടെ തന്നെ ഒരു മെറ്റൽ പീസാണ്. അപ്പോൾ ഹാൻഡ് ഗാർഡ് ആദ്യം നമ്മുടെ സേഫ്റ്റി, അതനുസരിച്ച് അല്ല അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ മീൻ പിടുത്തം. ആദ്യം നമ്മൾ എവിടെ പോയി നമ്മുടെ സേഫ്റ്റി നോക്കാം. ഓക്കെ, ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ BL25 റീല്. ഇതാകുമ്പോൾ അത്യാവശ്യം BL10 കുറച്ചുകൂടെ ബ്രൈഡും കയറും. പിന്നെ കുറച്ച് നാൾ ഓടിക്കോളും. നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കണത് 1 വർഷമായി, 1 വർഷത്തിന് മേലെയായി, 1 വർഷത്തിന് മേലെയായി റീലിരിക്കുന്നത്. ഇതൊരു അങ്ങനെ സ്റ്റെക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതൊരു 32 mm ഒരു 45 മീറ്റർ അടുത്ത് കയറുമെന്ന് തോന്നണം. ഓക്കെ, പിന്നെ ഒരു ഗ്ലൗസും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മീൻ അടിച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ബ്രൈഡ് ഒരഞ്ഞ് കൈയൊന്നും പൊട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഗ്ലൗസ് എടുത്തിട്ടില്ല. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതാട്ടോ അപ്പം നമ്മുടെ റീല്. ഇപ്പം നമ്മൾ സ്ലിങ് വെച്ച് അടിച്ച് വിടുമ്പോൾ ഇതാണ് നമ്മുടെ മെക്കാനിസം. ഈ റീലെന്ന് പറയുമ്പോൾ ഇതാണ് ലോക്ക് സിസ്റ്റം. ഇത് നമ്മ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൂസാവും, ബ്രൈഡ് ലൂസായി പൊക്കോളും. അതുപോലെ തന്നെ ഇത് റിട്രീവ് ചെയ്യുമ്പോൾ താന ലോക്കാവും. അപ്പം നമ്മൾ മീനെ കണ്ടു, ഇവിടെ നെക്കിയിട്ട് മാത്രം അടിക്കുക, അപ്പം നേരെ ലൂസായി പൊക്കോളും. ഇപ്പം നെക്കാണ്ടാണ്, ഇപ്പം ലോക്കായിട്ട് തന്നെ ഇരുന്നാണ് അടിക്കണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്കാകുമ്പോൾ ബ്രൈഡ് നല്ല കട്ടിയുള്ള ബ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫോഴ്സിൽ ഇങ്ങനെ എന്നിട്ട് ഡാർട്ട് റിട്ടേൺ അടിക്കുന്ന വെച്ചാൽ ഇപ്പം അടിച്ചിട്ട് തിരിച്ചടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫേസിലാ മേത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അടിക്കാൻ നേരത്ത് ഇത് പ്രസ് ചെയ്യണം. ഇതാണ് നമ്മളതിൻ്റെ ലോക്ക് സിസ്റ്റം. ഇത് പ്രസ് ചെയ്യുമ്പോൾ അത് ലൂസായിരിക്കും. എന്നിട്ട് പയ്യനെ മീൻ ഇപ്പം അടിച്ച് കഴിഞ്ഞ് റിട്രീവ് ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ തിരിച്ചാൽ മതി, താനെ ലോക്കായിക്കോളും കയറി വന്നോളും. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞുതരാം, ഞാൻ പഠിച്ചത് എങ്ങനെയായിരുന്നു, ഇപ്പം എല്ലാവരും പഠിക്കണം അങ്ങനെയായിരിക്കും. ഈ ഡ്രാഗ് ഉണ്ട്, ഡ്രാഗ് നമ്മൾ മാക്സിമം ലൂസാക്കിയിടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് വേണ്ടി കേട്ടോ. ഇത് നമ്മൾ സ്ലിംഗ് ഷോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കയ്യിൽ. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മീനെ നമ്മൾ പെട്ടെന്ന് കണ്ടു. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പം ആരും തെറ്റു പറയാൻ പറ്റില്ല, മീനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, കാരണം യൂസ്ഡ് അല്ലല്ലോ. അപ്പോൾ ഇത് നെക്കാൻ മാത്രമാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ്ഡ് ആവണവരെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു മീനെ കണ്ടുമ്പോൾ ചാടി കയറി അടിച്ചു കഴിഞ്ഞത് എങ്ങാലും നമ്മൾ ഇത് പ്രസ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രാഗ് മാക്സിമം ലൂസാക്കിയിടും. അപ്പോൾ ഇനി ഇൻ കേസ് ഇതിപ്പോൾ ലോക്കാണ്, നമ്മൾ ബട്ടൺ നെക്കിയിട്ടില്ല. ഇതിപ്പോൾ ലോക്കായിട്ട് തന്നെ നമ്മളിപ്പോൾ മീനെ കണ്ട് അടിക്കാൻ മറന്നെന്ന് വെച്ചാൽ നമ്മൾ അടിക്കാട്ടത്. അടിക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തേട്ട് വരില്ല, അങ്ങോട്ട് പൊക്കോളും. മനസ്സിലായി? ജസ്റ്റ് ഒരു സേഫ്റ്റി ആട്ടാ, യൂസ്ഡ് ആവണവര്. ഇപ്പം മീനെ കണ്ടിട്ട് അടിക്കുകയാണ്, ഇപ്പം നെക്കിയിട്ടില്ല, മേത്തേട്ട് വരില്ല, പൊക്കോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ആവണവരെ ഫസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി ഒന്ന് ഡ്രാഗ് ലൂസാക്കിയിട്ട് ഇത് റീലിന് നല്ലതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. അപ്പോൾ എപ്പോഴും അടിക്കണതിന് മുമ്പ് ഇവിടെ നെക്കാം, ഇവിടെ നെക്കിയിട്ട് ലോക്ക് ഓപ്പൺ ആക്കിയതിനും ശേഷം മാത്രം അടിക്കുക. അപ്പം അത്രേ ഉള്ളൂ ബേസിക് കാര്യം. ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് യൂസ് ചെയ്യണം, നല്ലതാണ്. റിട്ടേൺ അടിക്കണതിന് ചാൻസ് ഒക്കെ ഉള്ളതുണ്ട് ഗ്ലാസ്. ഇപ്പം ഹാൻഡ് ഗാർഡ് എപ്പോഴും യൂസ് ചെയ്യുക, പിന്നെ ഗ്ലൗസിങ് യൂസ് ചെയ്യുക. ഇപ്പം അടിക്കാൻ നേരത്ത് നമ്മുടെ കൈ കൂടെ വിരലിൽ കൂടെ ബ്രൈഡ് ഒരഞ്ഞാണ് പോകണമെങ്കിൽ വിരൽ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതും യൂസ് ചെയ്യുക, ഗ്ലൗസിങ് യൂസ് ചെയ്യുക. പിന്നെ എയിം ഒരു നിങ്ങൾ 2 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, സാധനം കിട്ടും. എയിമെല്ലാം പെട്ടെന്ന് റെഡിയാവും. ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിൽ ചെറിയ ഇല പൊങ്ങി കിടക്കണ ഇല ഇട്ട് കഴിഞ്ഞിട്ട് അതിനെ അടിച്ചടിച്ച് അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. നമുക്ക് ഇപ്പോൾ ഒരു ഡെമോ ആയിട്ടൊരു ബോട്ടിലിനെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതെ, ഞാനിവിടെ നിൽക്കണം, അതെ കുപ്പി അവിടെ ആട്ടിക്കണം, അവിടെ ഇരിക്കണം. അതെ, ജസ്റ്റ് കാണിച്ചു കൊടുത്തു. നമ്മിത് ആദ്യം ലോക്ക് അഴിക്കുക, അൺലോക്ക് ആക്കാണ്ട് ഡാർട്ട് ചെയ്യാൻ നമ്മുടെ ബ്രൈഡിൻ്റെ നടുക്കോടെ വയ്ക്കുക. ഓക്കെ, കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഈ മൂക്കി പടച്ചോ കളിക്കണതേ ഇങ്ങനെ കളിക്കുക. കുപ്പി മറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ?
ഇപ്പോൾ കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട്. സെൻറ്റർ ആട്ടോ, സെൻറ്റർ കുക്ക് കാണിച്ചു കൊടുത്തേടാ. അടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തേ. അടുത്തിട്ട് വെക്കോ. അതേ ഗൈസ്, നമ്മുടെ പുതിയ സ്ലിങ് എടുത്തിട്ട് ആദ്യത്തെ മീനിട്ടാ ആദ്യത്തെ ഉണ്ടാ സൈസ് ഫിലോപ്പി. ഓക്കെ, നമ്മുടെ പുതിയ സ്ലിങ് ഷോട്ടുള്ള ആദ്യത്തെ മീൻ. അടിപൊളി സാധനം അല്ലേ? ഒരു ഫോട്ടോ എടുത്ത കേട്ടാ. സ്പ്രിംഗാവണ എടുത്തിട്ട് ഇതേ നമുക്ക് ആദ്യം തന്നെ ഒരു മുതൽ സാധനത്തിനെ കിട്ടിയിട്ടുണ്ടായി. ഫിലോപ്പിട്ടാ. നമ്മുടെ കവണയുടെ ഉദ്ഘാടനം എന്തായാലും അടിപൊളിയായിട്ടാ. വീഡിയോ കിട്ടിയില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് എയിമെല്ലാം ഒന്ന് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ നമുക്കിത് രണ്ടാമത്തെ ട്രയൽ കിട്ടി. ഓക്കെ, സൈസ് ഫിലോപ്പിട്ടാ, അടിപൊളി സാധനം. ഓക്കെ, സൈസ് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു സൈസ് ഫിലോപ്പി. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി വീഡിയോ കിട്ടിയിട്ട് സെറ്റാക്കി അതും കൂടെ ചേർത്തൊക്കെ വീഡിയോ ഇടുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നാൽ എന്തായാലും നമുക്കൊരു മുതൽ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം കൊണ്ട് ബ്രാലി ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്ലിംഗ് ഷോട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ പടപടയെന്ന് മീൻ അടിച്ചെടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാലാണേ. ഓക്കെ, ബ്രാലി ഇട്ടിട്ടുണ്ട്. ഷോട്ട് കുഴപ്പമില്ലാത്ത ഷോട്ടാണ്. ഓക്കെ, ഫസ്റ്റത്തെ ബ്രാലട്ടാ. കൊല്ലിക്കകത്താക്കിയിട്ടുണ്ട്. ബ്രാലട്ടാ. അത് കൊണ്ടില്ല ഓർമ്മ കയറി. ചെറുതാണ്, കുഴപ്പമില്ല. ഇത്ര നിന്നിട്ട് ചാടിയതല്ലേ, ചാടി ഇപ്പുറത്തോട്ട് വന്നിട്ട് വലിയ ചെറുതല്ല, കിട്ടണം സൈസ് ബ്രാലാണ്. വലിയ ചെറുതെന്ന് പറയാൻ പറ്റൂല, അതും കുഴപ്പമില്ലാത്തൊരു ബ്രാൽ ഇട്ടിട്ടുണ്ട്. തല പൊളിഞ്ഞു പോയതിൻ്റെ ബ്രാൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കവറിലിടാം.